മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിലും മനസ്സു തുറന്ന് നേതാക്കൾ. മുഖ്യമന്ത്രിയെ ആരും നേരത്തെ പ്രവചിക്കേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ. പാർട്ടി തന്നെ അവഗണിച്ചിട്ടില്ല എന്ന് KK ശൈലജ. CPM നെറുകേട് കാണിച്ചു എന്ന് TK ഗോവിന്ദനും എതിരാളി ആരായാലും വിഷയമല്ലെന്ന് PK ശ്യാമളയും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ മുന്നണിക്കകത്ത് സംവിധാനമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച KPCC അധ്യക്ഷൻ ആരും നേരത്തെ പ്രവചനത്തിന് തയ്യാറാകേണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് പറയാൻ K സുധാകരന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൂടി പരിഗണിച്ച ശേഷമേ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കൂ എന്നും സണ്ണി ജോസഫ്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് MLAമാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് കേട്ട് അവർ ഒരു ഉചിതമായ തീരുമാനം, ശരിയായ തീരുമാനം പ്രഖ്യാപിക്കും. അതാണ് പ്രൊസീജിയർ. നേരത്തെ പ്രഖ്യാപിക്കില്ല. അതാണ് പ്രൊസീജിയർ. അതിനിടയിൽ കയറി ആരും പ്രവചനങ്ങൾ നടത്തേണ്ടതില്ല. നേതാക്കൾക്കും അത് ബാധകമാണോ? നേതാക്കൾക്കും ബാധകമാണ്. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറിയതിൽ വിഷമമില്ലെന്ന് ഇലക്ഷൻ ബസ്സിലെത്തിയ KK ശൈലജ പറഞ്ഞു. പാർട്ടി തന്നെ അവഗണിച്ചിട്ടില്ല. CPIMന്റെ വളരെ സ്ട്രോങ് ഹോൾഡാണ് മട്ടന്നൂർ. പേരാവൂർ അത്രത്തോളമല്ല എന്ന് നമുക്ക് പറയാം. നേരത്തെ ഞാൻ പേരാവൂർ പോരാടി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരാവൂരും ഇന്നത്തെ പേരാവൂരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ചവിട്ടി ഒതുക്കിയിരുന്നെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നില്ലല്ലോ. ഇത്രയും അനുഭവങ്ങൾക്ക് ശേഷം എന്നെ എവിടെ ചവിട്ടിക്കൂട്ടാനാണ്? CPM തന്നോട് നെറുകേട് കാണിച്ചു എന്നാണ് തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ പ്രതികരണം. ജില്ലാ നേതൃത്വത്തിലെ ഭൂരിഭാഗം പേരും PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിരായിരുന്നുവെന്നും ഗോവിന്ദൻ ആവർത്തിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റിൽ മിക്കവാറും ആളുകൾ എതിർത്തതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയെ, LDF സ്ഥാനാർത്ഥിയെ. പാർട്ടിയിൽ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് വന്നപ്പോൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനി ഈ പാർട്ടിയെ തിരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മത്സരിക്കും. പാർട്ടി തീരുമാനം അംഗീകരിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് തന്റെ ഉത്തരവാദിത്വമെന്നും തനിക്ക് പിന്നിൽ പാർട്ടിയുണ്ടെന്നും PK ശ്യാമളയുടെ മറുപടി. പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നു, മഹിളാ അസോസിയേഷന്റെയും അതുപോലെ പാർട്ടിയുടെ ഒക്കെ പ്രവർത്തകയായി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നത് പാർട്ടിയെ പ്രതികൂട്ടിലാക്കുക എന്നുള്ളത് തന്നെയാണ്. മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.